നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അബിയുടെയും ജാനകിയുടെയും ഒന്നും വിശേഷങ്ങൾ ചാനലത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി മുതൽ മറക്കാതെ എല്ലാ ദിവസവും വൈകുന്നേരം പ്രൊമോ വിശേഷം ചാനലത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന അവസാനം അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. താനല്ലെങ്കിലും മറ്റാരാണെങ്കിലും ജാനകിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അവളിനി പെട്ടെന്നൊന്നും എഴുന്നേക്കാനായിട്ട് പോകുന്നില്ല. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ കിടന്ന കിടപ്പിൽ അങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം, തൻ്റെ അച്ഛനെ രക്ഷിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ അച്ഛനെതിരെ അപകീർത്തിപ്പെടുത്താനായിട്ട് ആരും വരത്തില്ല എന്നൊരു ചിന്തയായിരുന്നു അപർണയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അപർണ അന്നത്തെ രാത്രി നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് കിടന്നുറങ്ങണേ. ഈ സമയത്ത് അമലിൻ്റെയൊക്കെ നെഞ്ചു നീറിക്കൊണ്ടിരിക്കുക. കാരണം പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണ സമയത്തും അമലിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ജാനിയടുത്തി ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവം ഈ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അഭിയേട്ടന് ഇത്ര തകർന്ന അഭിയേട്ടനെ താൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അച്ഛൻ മരിച്ച സമയത്താണ് അഭിയേട്ടൻ ഇങ്ങനെ തകർന്നിരിക്കുന്നത്. പിന്നെയാണ്ട് ഇപ്പോഴും ഒരുപക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ജാനിയടുത്തെ അത്രമാത്രം അവരൊക്കെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും പൊന്നു എന്ത് വേണം അങ്ങോട്ട് അടുക്കളയിലേക്ക് വരുവാണ്. ഈ സമയത്ത് മഞ്ജുവാണ് പൊന്നിന് ചായ എല്ലാം വെച്ചു കൊടുക്കുന്നത്. പക്ഷേങ്കിൽ പൊന്നുവിൻ്റെ മനസ്സിനറിയാം എങ്ങനെയും തൻ്റെ അമ്മയെ കണ്ടാൽ മതിയെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നീട് മഞ്ജുവിനോട് ചോദിച്ചു, അല്ല ഇന്ന് എൻ്റെ അമ്മ വരുമോ മഞ്ജേച്ചിന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു, അല്ല പൊന്നുവിൻ്റെ ചെറിയച്ചനോട് ചോദിച്ചില്ലേ? ഞാൻ ചെറിയോട് ചോദിച്ചിട്ട് ചെറിയ ഒന്നും പറഞ്ഞില്ല. അമ്മമ്മയെ നോക്കാൻ പോയേക്കുവാന്നാ പറഞ്ഞേ. എനിക്ക് എൻ്റെ അമ്മയെ ഇന്ന് കാണണമെന്ന് പറയാം. അതെ ഇന്ന് പോയി കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അങ്ങനെ സമാധാനിപ്പിച്ച് പൊന്നിനുള്ള ആഹാരം കൊടുക്കുകയാണ്. ഈ സമയത്ത് അപർണ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപർണ ഇറങ്ങി വരുമ്പോഴത്തേനും അജയ് ഇങ്ങോട്ടേക്ക് വരുവാണ്. അജയ് വന്നിട്ട് അപർണയോട് ജാനകിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുവാണ്. അല്ല ഇത്തിരി വലിയ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നത് ജാനിയടുത്ത് സംഭവിച്ചിരിക്കുന്നത്. തലയിടിച്ച് വീണോണ്ടാന്ന് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ ആ സമയത്തൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചൊന്നും സംഭവിക്കുമെന്ന് തോന്നില്ല. പക്ഷേങ്കിൽ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും എങ്ങനെയാ ഏത് വേണമെന്നും ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. അപർണ പറഞ്ഞു, അത് ശരി തന്നെയാണ്. ചെറിയ ആക്സിഡൻ്റ് ഒന്നും അല്ല, വലിയ ആക്സിഡൻ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അല്ല ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നാലും അവർക്ക് പഴയതുപോലെ തന്നെ നടക്കാൻ പറ്റുമോ? ആർക്കറിയാം. അല്ല അവർ ജീവനോടെ ഉണ്ടെങ്കിലേ എനിക്ക് പ്രശ്നമുള്ളൂ. അവർ തീർന്നു പോയാലും കുഴപ്പമില്ലെന്ന് പറയണം. അത് കേട്ടിട്ട് പൊന്നു അങ്ങോട്ട് വന്നിട്ട് ഒരു നിമിഷം ഇങ്ങനെ നോക്കിയിരുന്നു. തൻ്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ചെറിയച്ഛനും അപർണ ചെറിയമ്മയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. വലിയ ആക്സിഡൻ്റ് ഉണ്ടായി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം പൊന്നൂസ് അജയുടെ നാവിൽ നിന്ന് അറിയുവാണ്. ഈ സമയത്ത് പൊന്നൂസ് വന്നിട്ട് ചെറിയച്ചാന്ന് വിളിക്കുവാണ്. ചെറിയച്ചാന്നുള്ള വിളി കേട്ടപ്പം അജയ് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. പൊന്നൂസ് എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പൊന്നൂസ് സത്യം പറ, എൻ്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എൻ്റെ അമ്മ ആശുപത്രിയിലാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, അത് ആ സമയം അപർണ പറഞ്ഞു, നിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണെന്ന് പറയണം. അപർണയ്ക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല. അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ മാത്രം. മറ്റാരുടെ മനസ്സ് വേദനിച്ചാലും കുഴപ്പമില്ല. തനിക്ക് നല്ലത് പറഞ്ഞാൽ ആ ഒരു ചിന്ത മാത്രം അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ പൊന്നൂസ് ആകെപ്പാടെ തകർന്നു പോയി. പൊന്നൂസ് അവിടെ നിന്ന് കരയാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കാണ് അമൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് പൊന്നൂസ് അമലിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറയാം. എൻ്റെ പൊന്നൂസെ, എൻ്റെ അമ്മയ്ക്ക് അപകടം ഉണ്ടായോ, ആക്സിഡൻ്റ് ഉണ്ടായെന്നൊക്കെ ഇവിടെ അജയ് ചെറിയച്ഛനും അപർണ ചെറിയമ്മയൊക്കെ പറയുന്നത് കേട്ടുള്ളൂ എന്ന് പറയണം. അമലിനെ കട്ടക്കലിപ്പായി. അമൽ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നീക്ക് ഒട്ടും സാമാന്യ ബോധം എന്ന് പറയുന്നത് കാര്യമില്ലേ? ഇത്രയില്ലാത്ത ഈ കുഞ്ഞിൻ്റെ അടുത്താണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, എനിക്കെന്താ ഇവിടെ അജയോട് സംസാരിച്ചുകൂടെ? ഞാനും അജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ, അത് അവൾ കേട്ടതാ. ഞങ്ങളുടെ ആളുടെ കുഴപ്പമില്ലെന്ന് പറയാം. അല്ലെങ്കിൽ അജയേട്ടനാണെങ്കിൽ സാമാന്യ ബോധം എന്ന് പറയുന്ന ഒന്നും ഇല്ലല്ലോ. ഒന്നുമല്ലേലും ജാനിയടുത്ത് കുറേ വെച്ച് വിളമ്പി തന്നിട്ടുള്ളതല്ലേ, അതിൻ്റെ ഒരു ഇത്തിരി നന്ദിയെങ്കിലും കാണിക്കുക അജയേട്ടാ. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, അജയൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, വെറുതെ അല്ല എന്ന് പറഞ്ഞിട്ട് അമല് പൊന്നുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം പൊന്നു ഭയങ്കര കളിച്ച, എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് അവസാനം അമല് പറഞ്ഞു, ഞാൻ പൊന്നുവെ കാണിക്കാന്നൊക്കെ പറയണം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനായിട്ട് പറ്റും? വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയത്ത് അബിക്കാണെങ്കിൽ ടെൻഷനായിരുന്നു. ഇതുവരെയായിട്ടും ജാനി കണ്ണൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പം അബി ഡോക്ടറോട് എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറയണം. എനിക്ക് അവളെ ഒന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി ഡോക്ടർ എന്ന് പറയാം. പിന്നെ ഡോക്ടർ അതെ അധിക സമയം മുറിയിൽ നിൽക്കാൻ പാടില്ലെന്ന് പറയണം. ശരി ഞാനൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാം എന്നൊക്കെ പറയണം. അങ്ങനെ അബി കാണാനായിട്ട് അങ്ങോട്ട് കയറുവാണ്. കാണാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും
ഓക്സിജന്റെ സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനെ ശ്വസിച്ച് കിടക്കുന്ന ജാനകിയെ കാണുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് സഹിച്ചില്ല. അബിക്ക് വല്ലാത്തൊരു വിമിഷ്ടമായിപ്പോയി. അബി എന്നിട്ട് ജാനകിയെ വിളിക്കുകയാണ്. ജാനകി, നീ എന്ത് കിടപ്പായി കിടക്കുന്നേ? കണ്ണ് തുറക്ക് ജാനകി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇല്ലെങ്കിൽ ഈ അബി ഇല്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. നമ്മുടെ പൊന്നു, അവളെക്കുറിച്ച് നീ ഓർത്തോ? അതെ, അവള് വരുമായിരിക്കും. അവള് വന്നിട്ടുണ്ടെങ്കിൽ അവള് വിളിക്കും, അമ്മയെന്ന് വിളിച്ച് കിടന്ന് കരയും. അവളെ നിനക്ക് കാണണ്ടേ? നീ കണ്ണു തുറന്നാലേ നിനക്ക് കാണാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബി ഇങ്ങനെ പൊലിമ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് സാർ, ഇവിടെ ഇങ്ങനെ അധികം സംസാരിക്കുകയും ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അതിപ്പോൾ അബിക്കാണെങ്കിൽ സമനില ഏറ്റുന്നൊരു അവസ്ഥയായി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജാനകിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ജാനകി കണ്ണടിച്ച് തന്നെ കിടക്കുവാണ്. പിന്നീട് അബി അങ്ങോട്ടേക്ക് പുറത്തു പോയിക്ക് വരുമ്പോഴാണ് അവലും പൊന്നൂസും കൂടെ അങ്ങോട്ട് വരുന്നത്. പൊന്നു വന്നിട്ട് ഓടി വന്ന് അബിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. പൊന്നുവിനെ കോരിയെടുത്തിട്ട് അബിയും കരയാണ്. ഈ സമയത്ത് അമല് പറഞ്ഞ്, എന്ത് ചെയ്യാനാ, ഞാൻ പൊന്നുവിനോടെല്ലാം മറച്ചു വെച്ചിരുന്ന. അജയ് അപർണയെ കൂടെ സംസാരിക്കുന്ന പൊന്നു കേട്ടെന്ന് പറയണം. ഈ സമയത്ത് അബിയോട് പൊന്നു പറഞ്ഞ്, എനിക്കെൻ്റെ അമ്മയെ കാണണം, ഇപ്പം കാണണമെന്ന് പറയാം. പൊന്നുസേ, നീ വാശി പിടിക്കല്ലേ, അമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറയാം. എന്താണെങ്കിലും എനിക്ക് കണ്ടേ മതിയാവുമെന്ന് പറയണം. അങ്ങനെ അവസാനം പൊന്നുവിനെ നിർബന്ധത്തിന് വഴങ്ങി പൊന്നുവിനെ അങ്ങോട്ട് കയറ്റി കാണിക്കുകയാണ്. പൊന്നുവിന് സഹിക്കാൻ പറ്റില്ല. പൊന്നു എന്നിട്ട് ജാനകിയുടെ കൈയൊക്കെ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ കണ്ണു തുറക്കമ്മേ, ഇതേ അമ്മയുടെ പൊന്നോ വന്നിരിക്കുന്നേ, പൊന്നു എന്നൊന്ന് വിളിക്കമ്മ എന്നൊക്കെ പറഞ്ഞ് വലുവായി കിടന്ന് കരയുവാണ്. ഈ സമയത്ത് ജാനകിയിൽ യാതൊരു അനക്കില്ല. അതേ കിടപ്പ് തന്നെ കിടക്കുക. എന്താച്ചാ ഞാൻ വിളിച്ചിട്ട് അമ്മ കണ്ണു തുറക്കാത്ത എന്താ? എൻ്റെ അമ്മ കണ്ണു തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് പൊന്നു കരയുമ്പോഴത്തേനും പൊന്നിനെ ചേർത്ത് പിടിച്ചിട്ട് അബിയും കരയുവാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വിധത്തിലാണ് പൊന്നിനെ അവിടുന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടിരുന്നത്. പിന്നീട് അമലിനോട് പറഞ്ഞു, അമലെ പൊന്നുവിനെ നോക്ക്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. ഈ സമയത്ത് അമല് പറഞ്ഞു, അമ്മയേട്ടൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല, ജാനിയടുത്തേക്ക് ഒന്നും സംഭവിക്കില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയണം. അപ്പോഴേക്കും നിരഞ്ജന വന്നു. നിരഞ്ജന വന്നു കഴിഞ്ഞപ്പം അമലിന് കുറച്ച് സമാധാനമായി. പിന്നീട് പൊന്നുവിനെ നിരഞ്ജനയുടെ കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇവളെ നോക്കാൻ പറയാണ്. അങ്ങനെ നിരഞ്ജന പൊന്നുവിനെ സമാധാനിപ്പിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. കാരണം പൊന്നുവിൻ്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ അമ്മയില്ലാതെ ഒരു നിമിഷം പോലും പൊന്നുവിന് നിൽക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം അബിക്കാണെങ്കിലും അമലിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് അമല് അബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അബിയേട്ട സമാധാനമായിട്ട് ഇരിക്കുക, വിഷമിക്കേണ്ട, ജാനിയടുത്തി അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, പക്ഷെ അവള് തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ തെറ്റ് ചെയ്തവരുണ്ട്, അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അമലെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം. അമൽ, ഇതേ അബിയേട്ട ഇപ്പോഴതല്ല നമ്മൾ ചെയ്യേണ്ടേ, ജാനിയടുത്ത് എത്രയും പെട്ടെന്ന് കണ്ണു തുറക്കാണ്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യണ്ടേ, അതിനുശേഷം നമ്മൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, ആരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയാണ്. ആ സമയം തമ്പി ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ജാനകി തലയുർത്തി വരത്തില്ലോ, അവളുടെ കഥ കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപർണയെ വിളിക്കുകയാണ്. അപർണയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയണേ. ഇതുവരെയായിട്ട് അവൾക്ക് ബോധവും തെളിഞ്ഞിട്ടില്ല, അവൾ അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയെന്ന് അറിഞ്ഞു. ഇതറിഞ്ഞ് ഇപ്പം ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പോൾ അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റാലും അവൾ പഴയ പഴിയൊന്നും ആകത്തില്ല എന്നൊരു ചിന്തയൊക്കെ തമ്പിയുടെ മനസ്സിലുണ്ട്. പക്ഷേങ്കിൽ അവൾ കോടതിയിലേക്കൊന്നും വരാൻ പാടില്ല, കോടതി വരാനോ ഇനിയിപ്പം കേസുമായിട്ട് മുന്നോട്ട് പോകാനോ പാടില്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ തമ്പി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെച്ചേ. പിന്നീട് തമ്പി സേനെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ തമ്പി സേനും കൂടെ തമ്പി കാണുവാണ്. ഈ സമയത്ത് തമ്പി സേനോട് ആ കാര്യങ്ങളൊക്കെ പറയണം. അവളിനി എങ്ങാനും എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരയാവെന്ന് പറയാം. അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല, അത്ര ശക്തമായിട്ടുള്ള ഇടിയെ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സർജറിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തമ്പി പേടിക്കണ്ടെന്നൊക്കെ പറയണം. ഇനി അവൾ എഴുന്നേറ്റ് വന്ന് എന്താണെങ്കിലും മൊഴി കൊടുക്കാനൊന്നും പോകുന്നില്ല, അറിയാലോ. അവൾ തീർന്നിട്ടുണ്ടെങ്കിൽ ആ രാധാമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, പിന്നെ അവളും തലയുർത്തത്തില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയണം. ഒരു കാരണവശാലും ഇനി എനിക്കെതിരെ ആരും നീങ്ങരുത്, എനിക്കെതിരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുഭവം ഇതായിരിക്കുമെന്ന് എല്ലാവർക്കും ഒരു ഓർമ്മ വേണം എന്നൊക്കെ ഇങ്ങനെ സേനോട് പറയണം. ഈ സമയം സേന പറഞ്ഞ്, തമ്പി പേടിക്കൊന്നും വേണ്ട, എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കാം. പക്ഷേങ്കിൽ തമ്പിക്കിട്ടുള്ള പണിയായിട്ട് അബി വരുമെന്നുള്ള കാര്യം തമ്പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവസാനം തമ്പിക്കിട്ടുള്ള പണിയായിട്ട് അബി ചെല്ലുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.